ഹലോ, ഗുഡ് മോർണിംഗ്. ജയ്സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്നിവിടെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. ചെറിയ അയിലയാണ് ഇത്. നമുക്ക് ഉണക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ, ഉപ്പിട്ടുണങ്ങാൻ. അപ്പം നമുക്ക് ആദ്യമേ ഞാൻ ചീനച്ചട്ടിയിലോട്ട് ഇച്ചിരി വിനാഗിരി ഒഴിക്കുകയാണേ. അല്പം വിനാഗിരി ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ ഇത് ഓൾറെഡി വെട്ടി തന്നിരിക്കുന്ന സാധനമാണ്. ഇത് ഓൾറെഡി ക്ലീനാണ്. അപ്പം ഇതിന് ഒന്നുകൂടെ അകത്ത് അഴുക്കൊക്കെ ഉള്ളു. അഴുക്കൊന്നും ഇല്ല, എല്ലാം നല്ല ക്ലീനാക്കി തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാം നല്ല ക്ലീനാണ്, ഒന്നും ചെയ്യേണ്ട. അതിനകത്ത് നമുക്ക് ഉപ്പിട്ട് ഉണക്കാൻ വെക്കണം. എന്തിനാണെന്നറിയോ? ഉണക്കമീൻ കഴിക്കാൻ. ഞാൻ മത്തി ഇന്നലെ പോയി ഓർഡർ ചെയ്തു, പക്ഷേ മത്തി ഇന്നലെ വന്നില്ല. വരുമെന്ന് പറഞ്ഞ് 2 കിലോ മത്തി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ മത്തി വന്നിട്ടില്ല. നമുക്ക് ഈ അയില അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഉണക്കിയെടുക്കണം. കുറച്ച് 1 വെയിൽ 2 വെയിൽ കൊണ്ട് കഴിയുമ്പോൾ സംഭവം പൊളിയായി. 1 കിലോ ഞാൻ വാങ്ങിച്ചോളൂ അയില. ചേട്ടന് അത്ര താല്പര്യമില്ല. പിന്നെ വാങ്ങിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി കഴിക്കാം. എല്ലാം ക്ലീനിങ്, ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സമയം അത്രയും നല്ല ടേസ്റ്റും ആകത്തില്ല. കുഞ്ഞായാലും നോക്കി എടുത്ത് ഓഫർ ഉണ്ടായിരുന്നല്ലേ, അപ്പം അതനുസരിച്ച് എടുത്താണ്. അകം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതെല്ലാം ഓക്കെയാണ്. അപ്പം നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ വിനാഗിരി ഉപ്പിട്ട് എന്തിനാണെന്നറിയാമോ? ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള ആ ഉളുമ്പ് എല്ലാം പെട്ടെന്ന് ഇളകാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് ഇളകും. ഇപ്പം വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ഇപ്പം 2-3 തേച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉളുമ്പെല്ലാം അങ്ങ് പോയിക്കോളും. ഇപ്പം തന്നെ കണ്ടിരുതാ, അതിൻ്റെ ഉളുമ്പെല്ലാം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമല്ലോ. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയാണ് വിനാഗിരി ഒഴിച്ചത്. ഞാൻ എല്ലാം മീനും വിനാഗിരി ഒഴിച്ചേ കഴിയുന്നുള്ളൂ. എല്ലാം പറയുന്നത് അതിന് ഒരുപാട് ഉളുമ്പുള്ളതല്ലേ, ആ സ്മെല്ലെല്ലാം മാറ്റുള്ളൂ. ഓക്കെ, ഇതിനെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ നടുക്കൂടെ 2-3 വരെ എന്തിനാണെന്നറിയോ? ഉപ്പ് വരട്ടുമ്പോൾ ഉപ്പ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ 3 വരയിട്ടുണ്ട്. ഉപ്പിട്ട് വെക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ഉപ്പ് പിടിക്കും. 3 വരെ ഞാൻ വരഞ്ഞിട്ടുള്ളേ. നല്ല കുഞ്ഞയിലേ. പിന്നെ ഇങ്ങനെ വരഞ്ഞിടുവാണ്. അപ്പം നമുക്ക് ഉപ്പിട്ടിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഉപ്പിട്ടെങ്ങനെ വെക്കണം നോക്കാം. ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിക്കകത്തോട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിടുവാണ് കേട്ടോ. ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി ഇവിടെ വെക്കാം. ഇങ്ങനെ അങ്ങോട്ട് അതിൻ്റെ അടിയിൽ ഉപ്പിട്ടിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിന് മുകളിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാ മീനും അതുപോലെ ഇങ്ങനെ നമുക്ക് അടുക്കി വെച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ലെയറായിട്ട് കഴിയുമ്പോഴേ അതിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഞാനിത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഉണക്കാൻ വെക്കുമ്പോൾ കാണാം കേട്ടോ. ഹലോ, ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാനിപ്പോൾ വെളിയിൽ നിൽക്കാൻ തുണിയെടുക്കാൻ വന്നതാണ്. ഞാനിപ്പോൾ ഉണക്കമീൻ അങ്ങോട്ട് ഇവിടെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഉണക്കമീൻ വെയിലത്ത് വെക്കാൻ വന്നതാണ്.
കാണാമോ മക്കളെ? ഉണക്കമീനെല്ലാം ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. ഓരോന്നോരോന്ന് ഇങ്ങനെ ഇപ്പം ഞാൻ ഈ വെയിലത്തോട്ട് വെക്കുവാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങിക്കോളും, എല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. കാണാമോ? വെയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് പോലും കാണാൻ പറ്റുന്നില്ല ശരിക്കും ഈ വെയിലത്ത്. ഇതിവിടെ ഇരുന്ന് ഇപ്പോൾ രണ്ട് ഉണക്കുണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പൊളിയായിരിക്കും. നല്ല ഫ്രഷ് ഉണക്കമീൻ നമുക്ക് കഴിക്കാം. മനസ്സിലായോ? എനിക്കറിയത്തില്ല, കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരുന്നാണ് കേട്ടോ അടിപൊളിയായിട്ട്. പിള്ളേർക്ക് ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി, നല്ല ഉണക്കമീൻ കഴിക്കാം. മനസ്സിലായി? കാണാമോ? അതേണ്ട ഉണക്കമീൻ ഞാനിവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഉണങ്ങിക്കോളും. പട്ടിയെ പൂച്ച ആരും ഒന്നിനെയും പേടിക്കണ്ട. അപ്പം നമുക്കിനി ഉണങ്ങട്ടെ കേട്ടോ. അത് നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഉണങ്ങുമ്പോഴും ഞാൻ നിങ്ങളെ കാണിക്കരുത് കേട്ടോ. ഓക്കെ. ഇവിടെ ഭയങ്കര വെയിലാണ്, നിൽക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഉണക്കമീൻ ഉണക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അതേപോലത്തെ ചൂടാണ്. ഓക്കെ, ബൈ.